അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം അടുത്ത പ്രദേശമായ കരുവൻതുരുത്തി സാദാത്തിങ്ങളുടെ മക്ബറയിലേക്കാണ്. ഇൻഷാ അല്ലാ ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. കോഴിക്കോട് ചാലിയം റൂട്ടിൽ കരുവൻതുരുത്തിയിൽ നിന്നും ചാലിയത്തേക്ക് പോകുന്ന റൂട്ടിൽ ഫറോക്ക് മേൽപ്പാലത്തിൻ്റെ തൊട്ടുമുമ്പ് വലത്തോട്ട് പോയാൽ നമുക്ക് കരുവൻതുരുത്തി സാദാത്ത് മക്കാമിൽ എത്തിച്ചേരാവുന്നതാണ്. ഇവിടെയാണ് മഹാന്മാരാകുന്ന കരുവൻതുരുത്തി ബുഖാരി സാദാത്തിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വർഷങ്ങളോളം പഴക്കമുള്ള കരുവൻതുരുത്തി ജുമഅത്തു പള്ളിയുടെ സമീപമാണ് ഈ മഹാന്മാരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രത്തിൽ ഇടം നേടിയ ചാലിയത്തിൻ്റെ മുഴുവൻ ശോഭയും പ്രതാപവും ആവാഹിച്ചു നിൽക്കുന്ന മണ്ണാണ് കരുവൻതുരുത്തി. മതവിജ്ഞാനത്തെയും ഒരുപാട് പണ്ഡിത മഹത്തുക്കളെയും വാർത്തെടുത്ത ഈ നാട് ചരിത്രത്തിലെന്ന പോലെ വർത്തമാനകാലത്തും ജ്വലിച്ചു നിൽക്കുന്നതാണ്. കേരളത്തിൽ ആദ്യമായി എത്തുന്ന സാദാത്തീങ്ങൾ ബുഖാരി സയ്യിദന്മാരാണ്. ഇവരുടെ ഉപ്പാപ്പ ജദ്ദു സാദാത്തുൽ ബുഖാരി സയ്യിദ് അഹ്മദ് ജലാലുദ്ദീനുൽ ബുഖാരി വളപട്ടണം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാനാണ്. അവരുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ മുഴുവൻ ബുഖാരി സയ്യിദന്മാരും. കാലങ്ങൾക്ക് ശേഷം സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ തങ്ങളുടെ പിന്മുറക്കാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസമാക്കി. അങ്ങനെ കരുവൻതുരുത്തിയിലും അവർ എത്തി. സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ മൂന്നാമത്തെ പൗത്രൻ സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളിലൂടെയാണ് കരുവൻതുരുത്തി സാദാത്തീങ്ങളുടെ പരമ്പര കടന്നുവരുന്നത്. സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളുടെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് മഹാനവറുകൾ പൊന്നാനിയിൽ താമസമാക്കുകയും അവിടെ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തങ്ങളിലൂടെയും പുത്രനായ സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളിലൂടെയുമാണ് കരുവൻതുരുത്തി സാദാത്തീങ്ങളുടെ പരമ്പര കടന്നുവരുന്നത്. ബുഖാരി സാദാത്തീങ്ങളിൽ ഏറ്റവും പ്രസിദ്ധരായവരാണ് കരുവൻതുരുത്തി സാദാത്തീങ്ങൾ. ഇവരുടെ പൗത്രന്മാരാണ് മഹാന്മാരായ മർഹൂം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ നമ്മുടെ നേതൃത്വമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളടക്കമുള്ള നിരവധി സാദാത്തീങ്ങൾ ഈ പരമ്പരയിലൂടെയാണ് കടന്നുവരുന്നത്. കരുവൻതുരുത്തി സാദാത്ത് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളുടെ മക്കളായ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി, സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തുടങ്ങി താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ മാതാപിതാക്കൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ പിതാമഹന്മാർ തുടങ്ങി നിരവധി സയ്യിദന്മാരാണ് ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാദാത്തീങ്ങളുടെയൊക്കെയും ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സിയാറത്തിൻ്റെ ബറക്കത്ത് കൊണ്ടൊക്കെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. നാളെ സ്വർഗത്തിൽ ഇവരോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.